മിഡിൽ യൂറോപ്പിലെ എസ്റ്റോണിയ എന്ന് പറയുന്ന ഒരു കൺട്രിയിലെ തമിക്കോ എന്ന് പറയുന്ന ഒരു ഏരിയയിലായിരുന്നു ഇവാൻ എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നത്. 1994 ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പോൾ ആളുടെ വീടിൻ്റെ അടുത്ത് കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു കാടുണ്ട്. ആ ഒരു കാട്ടിലോട്ട് അവർ സ്ഥിരമായിട്ട് പോകാറുള്ളതാണ്. അതായത് കുറച്ച് ചുള്ളിക്കമ്പുകളും മറ്റൊക്കെ ഒടിക്കുന്നതിനും ബാക്കി മരമൊക്കെ വെട്ടുന്നതിനും വേണ്ടിയിട്ട്, അതായത് വൈകുന്നേര ടൈമിൽ ഫയറൊക്കെ കത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയർ വുഡ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ അവരെപ്പോഴും പോകുന്ന ഒരു കാടാണത്. അന്നത്തെ ദിവസവും അയാൾ അതേപോലെ തന്നെ ആ ഒരു കാടിൻ്റെ അകത്തോട്ട് കയറിയതായിരുന്നു. എന്നാൽ സാധാരണ ആള് ആ ഒരു ചുള്ളിക്കമ്പ് പറക്കുന്ന സ്ഥലത്തും എന്താ പറയുക മരം വെട്ടുന്ന സ്ഥലത്തൊന്നും മരങ്ങളൊന്നുമില്ല. അതായത് ആൾക്ക് പറിക്കാവുന്ന രീതിയിലുള്ള കമ്പുകളും ഇല്ല, അതേപോലെ തന്നെ ചില്ലകളും ഇല്ല. അങ്ങനെ ആൾ കൂടുതലായിട്ട് ഇതേപോലെ തന്നെ ആ ഒരു കാടിൻ്റെ അകത്തോട്ട് നടന്നു തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ച് നേരം ആൾ നടന്നപ്പോൾ ആ ഒരു സിറ്റിയിൽ നിന്നും, അതായത് ആ ഒരു അടുത്തുള്ള ടൗണിൽ നിന്നും കുറച്ചധികം ഉള്ളിലോട്ട് കയറി ഭയങ്കര സൈലൻസ്, പിന്നെ കാടിൻ്റെ ആ ഒരു ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കണ്ട് മതിമറന്ന് നിന്ന് പോവാണ്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫയർ വുഡ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം, എന്തായാലും കുറച്ച് നേരം ഒന്ന് നടന്ന് നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് ആൾ എത്തുകയാണ്. ആളങ്ങനെ ആ ഒരു കാട്ടിലൂടെ അങ്ങോട്ട് നടക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം ആൾ നടന്നിട്ടുണ്ടാവും. അപ്പോഴാണ് ആൾ ഒരു ക്ലിയറിങ് കാണുന്നത്. കുറച്ച് മാറിയിട്ട് വീണ്ടും ആൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ഏരിയ ക്ലിയർ ചെയ്തിട്ടുണ്ട്, അതായത് ഒരു കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അങ്ങനെ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആൾ കുറച്ചുകൂടെ മുന്നിലോട്ട് നടന്നപ്പോഴാണ് ഒരു ഫെൻസിങ് കാണുന്നത്. എന്തോ ഒരു ഫെൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ആൾ എത്തി നോക്കിയപ്പോഴാണ് മറ്റൊരു കാഴ്ചയും അയാൾ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്നത് ഒരു പഴയ വലിയ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അതൊരു അബാൻഡൻഡ് ബിൽഡിംഗ് ആണ് എന്നുള്ളത് ആൾക്ക് ഒരൊറ്റ നോട്ടത്തിൽ തോന്നുകയാണ്. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സീക്രട്ട് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പഴയ വല്ല ഫാക്ടറി ആയിരിക്കും എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആളുണ്ടായത്. എന്നാലും പെട്ടെന്നുകൊണ്ട് തന്നെ അകത്തോട്ട് കയറാൻ ആൾക്ക് എന്തോ ഒരു പേടി തോന്നാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിലോ എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആളുണ്ടായിരുന്നത്. അങ്ങനെ ആൾ അവിടെ നിന്ന് കയറ്റി ആ ഒരു ബിൽഡിങ്ങും അതിന് ചുറ്റുവട്ടവും ഒക്കെ നന്നായിട്ട് നിരീക്ഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒന്നും ആരുമില്ല എന്നുള്ള ഒരു ഉറപ്പ് ആൾക്ക് ലഭിക്കുകയും ചെയ്തു. ആരെങ്കിലുമൊക്കെ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ തനിക്ക് പണിയിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത്രയും കെയർഫുൾ ആയിട്ടായിരുന്നു കേട്ടോ ആൾ അവിടെ നിന്നായിട്ട് ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇത്രയും വർഷങ്ങൾ താനിവിടെ താമസിച്ചിട്ടും ഈ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അയാൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിനെ കുറിച്ചും അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടും ചിന്തിച്ചിട്ട് ആൾ തിരിച്ചിങ്ങനെ നടന്നു വരികയായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ആൾ ഫയർ വുഡ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തു. നേരെ തന്നെ വീട്ടിലോട്ട് എത്തുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് ആൾ അറിഞ്ഞിരുന്നില്ല അത് അയാളുടെ ജീവിതത്തിൽ കണ്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് അത്രയും വലിയ ഒരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവാന് എന്താണ് സംഭവിച്ചത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു കേസിൽ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടന്നത്, അത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഇവാൻ്റെ ഫാമിലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് അവർ ആ ഒരു കാട്ടിൽ നിന്ന് വിറകുകളും മറ്റും ശേഖരിക്കുന്നതാണ്. എന്നാൽ ഇതുവരെ അവർ ആ ഒരു കാടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസം എന്താണാവോ ആൾ സാധാരണ വിറകും കാര്യങ്ങളും കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അത് കിട്ടാത്തത് കൊണ്ട് ആൾ കാടിൻ്റെ അകത്തോട്ട് കയറി പോവുകയും അതിൻ്റെ ഫലമായിട്ട് ആ ഒരു ബിൽഡിങ് കാണുകയും ചെയ്തു. അത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആൾ ഞെട്ടിത്തെരിച്ച് പോവുമായിരുന്നു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ അത് കണ്ടപ്പോൾ ആളുടെ മൈൻഡിൽ വന്നൊരു തോട്ട് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് മെറ്റൽസ് എന്നുള്ളതായിരുന്നു. ആളുടെ ഒരു ജോലി എന്തായിരുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പ് മെറ്റൽസും കാര്യങ്ങളൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ മോഷ്ടിക്കുക, അതേപോലെ തന്നെ കളക്ട് ചെയ്യുക, അതുകൊണ്ട് വിൽക്കുക, അതുകൊണ്ട് കുടുംബം നോക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഇവാൻ്റെ ഫാമിലിയിൽ കുറച്ചധികം മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവർ സാമ്പത്തികമായിട്ട് അത്രയും വലിയൊരു സെറ്റപ്പിലൊന്നും ആയിരുന്നില്ല, വളരെ പാവപ്പെട്ട ആളുകളായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടായിരുന്നു അവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തിയിട്ട് ആൾ കുറച്ച് നേരം അവിടെ നിന്ന് ഒരു ബിൽഡിങ്ങിനെ നിരീക്ഷിച്ചത്. അതായത് അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ, വല്ല വാച്ച്മാനോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം ഇത് വല്ല ഗവൺമെൻറ്റിൻ്റെ സീക്രട്ട് ബിൽഡിങ്സോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ടീമിൻ്റെ സീക്രട്ട് ബിൽഡിങ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്തോട്ട് ഞാൻ എങ്ങാനും അറിയാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരിപാടി തീരും എന്നുള്ളത് ആൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ആൾ മറഞ്ഞു നിന്നിട്ട് ആ ഒരു ബിൽഡിങ്ങിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് വീക്ഷിക്കുന്നുണ്ടായത്. എന്നാൽ ഒരുപാട് നേരം ആൾ അവിടെ ഫുൾ ഒബ്സർവ് ചെയ്തിട്ടും ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും ആൾക്ക് അവിടെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആ ഒരു ഹാപ്പിനെസ്സിൽ കൂടിയാണ് ആൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വരുന്നതും അതേപോലെ തന്നെ തൻ്റെ ബ്രദേഴ്സിനോട് ആ ഒരു കാര്യം പറയുന്നതും. അപ്പോൾ കാടിൻ്റെ നടുക്ക് ഇങ്ങനെയുള്ള ഒരു വീടുണ്ടെന്ന് കേട്ടപ്പോൾ അവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു.
അവർക്കും അത് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനൊരു ഫാക്ടറിയാണ്, ഇങ്ങനൊരു ബിൽഡിങ്ങാണ് ഈ കാടിൻ്റെ അകത്താണ്, നമ്മൾ സ്ഥിരം പോകുന്ന കാടല്ലേ, അങ്ങനെയുള്ള തോട്ടായിരുന്നു അവർക്കും ഉണ്ടായത്. അങ്ങനെ എന്തൊക്കെയാണെങ്കിലും രാത്രി ആ ഒരു കാട്ടിൽ പോയിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയിട്ട് എന്തെങ്കിലും സ്ക്രാപ്പ് മെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം, ഒരു ജാക്ക് പോട്ട് തന്നെ ആയിരിക്കും ഇതെന്നുള്ളൊരു തോട്ടിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും റെഡിയാവാണ്. അതായത് ഇവാനും ആളുടെ 2 ബ്രദേഴ്സും രാത്രി ഏകദേശം 9 മണിയൊക്കെ ആയപ്പോൾ അവരവരുടെ ഫ്ലാഷ് ലൈറ്റ്സ്, അതേപോലെ തന്നെ കട്ട് ചെയ്യാനുള്ള ടൂൾസ്, പരിപാടികൾ, കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ആ ഒരു കാട്ടിലോട്ട് ഇറങ്ങുകയാണ്. ആരും കാണാതെ ഒളിച്ച് വളരെ രഹസ്യമായിട്ട് ആ ഒരു കാട്ടിൽ കയറി. ഇവാൻ ഓൾറെഡി അന്നത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു റൂട്ട് കറക്റ്റ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കുറേ നേരം നടന്ന സമയത്ത് ആ ഒരു ക്ലിയറിങ് എത്തി. ക്ലിയറിങ് കഴിഞ്ഞിട്ട് ആ ഒരു ഫെൻസ് എത്തി. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കുമായിരുന്നു. അത് കണ്ടപ്പോൾ ഈ ഒരു 2 ബ്രദേഴ്സും ഞെട്ടിപ്പോവാണ്. ഓ, ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോട്ടായിരുന്നു അവർക്ക് ഉണ്ടായത്. അങ്ങനെ അവർ നേരെ ആ ഒരു ഫെൻസും കാര്യങ്ങളൊക്കെ ചാടി കിടക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തോട്ട് നടന്നു. എന്നാൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല. കാരണം ആ ഒരു ബിൽഡിങ്ങിൻ്റെ വാതിലുകളും ജനലുകളും എല്ലാം സീൽ ചെയ്ത് വെച്ചേക്കായിരുന്നു. അവരുടെ കയ്യിൽ കട്ടർ, അതേപോലെ തന്നെയുള്ള സാധനങ്ങൾ, ടൂൾസൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഉപയോഗിച്ച് തുറക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം സേഫായിട്ടായിരുന്നു അതിൻ്റെ ഡോറും അതേപോലെ തന്നെ ജനലുകളും മറ്റുമൊക്കെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ദൂരം ഇത്രയും ടൂൾസും വെച്ച് രാത്രി കഷ്ടപ്പെട്ട് വന്നിട്ട് ഇതിനായിരുന്നു എന്നുള്ളൊരു മൈൻഡിൽ അവർ തിരിച്ചിറങ്ങാന്നുള്ളൊരു പ്ലാനിലെത്തുകയാണ്. എന്തായാലും ഇത്രയും വന്നിട്ടൊന്നും കിട്ടിയില്ലോ എന്നുള്ളൊരു നിരാശ അവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ തിരിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫ്ലാഷ് അടിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ബിൽഡിംഗ് ആണ്. ഇനിയിപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്ക്രാപ്പോ കാര്യങ്ങളോ വെച്ചിട്ടുണ്ടാവോ എന്നുള്ളൊരു മൈൻഡിൽ അവർ 3 പേരും നേരെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തോട്ട് പോയി. ആ ബിൽഡിംഗ് നോക്കിയപ്പോൾ ഒരു ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഡോറിൽ സാധാരണ ഒരു ലോക്കേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിലുള്ള കട്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ലോക്ക് തുറക്കുകയാണ്. ലോക്ക് തുറന്നിട്ട് ആ ഡോറ് തുറന്ന് അകത്തോട്ട് ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കുകയാണ്. അപ്പോൾ അവർ കണ്ട കാഴ്ച ഒരു സാധാരണ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു കാഴ്ചയായിരുന്നില്ല. കാരണം അതിൽ ഇങ്ങനെ സ്റ്റേഴ്സ് താഴത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ടണല് പോലെയായിരുന്നു അത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ അങ്ങനെ ചെറിയൊരു ബിൽഡിംഗ് അടിയിലോട്ട് ടണൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ഒരു ഫെസിലിറ്റി അല്ലല്ലോ. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ക്യൂരിയോസിറ്റി കൂടി. ഇനി ഇതിൻ്റെ ഉള്ളിൽ വല്ല സ്ക്രാപ്പ് മെറ്റൽസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളൊരു തോട്ടിൽ എന്തായാലും അകത്ത് കയറി നോക്കാൻ തന്നെ ഈ 3 ബ്രദേഴ്സും തീരുമാനിക്കുകയായിരുന്നു. നല്ല പേടി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും അവർ 3 പേരും കൂടെയും ആ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ച് പതിയെ ആ സ്റ്റെപ്പ് ഇറങ്ങാണ്. എന്നാൽ സ്റ്റെപ്പ് ഇറങ്ങി അവരെത്തിയ സ്ഥലം അവർക്ക് ഒരു സ്വർഗ്ഗമായിരുന്നു. കാരണം ചുറ്റും നോക്കുമ്പോൾ ഫുള്ള് സ്ക്രാപ്പ് മെറ്റൽസ്. അവർ നോക്കുമ്പോൾ എന്തോ സ്യൂട്ട് കേസ് പോലുള്ള ബോക്സുകൾ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അലുമിനിയത്തിൻ്റെ വലിയ ഡ്രമ്മുകൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതായത് സ്യൂട്ട് കേസുകൾ പോലുള്ള കുറേ സംഭവങ്ങൾ അടക്കി വെച്ചിട്ടുണ്ട് ഒരു കബോർഡിൽ. അതിൻ്റെ മുകളിലായിട്ട് വേറൊരു തട്ടിലാണ് വലിയ വലിയ അലുമിനിയത്തിൻ്റെ ഡ്രമ്മുകളും കാര്യങ്ങളും വെച്ചിട്ടുള്ളത്. പിന്നെ ചുറ്റും നോക്കുമ്പോഴൊക്കെ ഫുള്ള് സ്ക്രാപ്പ് മെറ്റൽസ് അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒരു ജാക്ക് പോട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടമാനം കാശുണ്ടാക്കും എന്നുള്ളൊരു രീതിയിൽ അവർ 3 പേരും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ്. അപ്പോൾ ഈ ഒരു വരവിന് നമുക്ക് എന്തായാലും കുറച്ച് അലുമിനിയത്തിൻ്റെ വലിയ ഡ്രമ്മും ഉണ്ടാവാം. അത് കഴിഞ്ഞ് പതുക്കെ ആ ഒരു സ്ഥലം കാലിയാക്കാം എന്നുള്ളൊരു തോട്ടായിരുന്നു അവർക്ക് ഉണ്ടായത്. അതിനാദ്യം തന്നെ ഡ്രമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ. ഡ്രമ്മിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും കൊണ്ടുപോകാന്നുള്ളത് നടക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഡ്രമ്മ് കാലിയാക്കിയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഡ്രമ്മ് കാലിയാണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രം ഇങ്ങനെ തട്ടി നോക്കി. അപ്പോൾ ആ ഡ്രമ്മ് നിലത്തോട്ട് വീണു. അപ്പോൾ അവർ ഹാപ്പിയായി. ഡ്രമ്മിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്തൊരു ഡ്രമ്മും കൂടെ അവർ ഇറക്കാനായിട്ട് നോക്കുകയാണ്. 2ാമത്തെ ഡ്രമ്മും കാലിയായിരുന്നു. എന്നാൽ 2ാമത്തെ ഡ്രം ഇറക്കുന്നതിൻ്റെ ഇടയിൽ 3ാമത്തെ ഡ്രമ്മും കൊള്ളുകയാണ് ഉണ്ടായത്. ആ ഒരു 3ാമത്തെ ഡ്രമ്മും കൊണ്ടപ്പോൾ 3ാമത്തെ ഡ്രമ്മ് ഒന്ന് ഇളകി. അതിനുശേഷം ആ ഡ്രമ്മ് താഴോട്ട് വീണു. എന്നാൽ 3ാമത്തെ ഡ്രമ്മ് എംപ്റ്റി ആയിരുന്നില്ല. അതിനുള്ളിൽ ഫുള്ള് എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രമ്മ് നിലത്ത് ഡയറക്റ്റോട്ട് ആരെയും മേത്തേക്കൊന്നും വീണില്ല. എന്നാൽ നിലത്തോട്ട് വീണതിന് ശേഷം ഇവൻ്റെ കാലിലോട്ട് വരികയാണ്. ആ ഒരു കാല് അമരുകയാണ്. അതിൻ്റെ ഇടയിലിരുന്ന് ഇങ്ങനെ ചതയാണ് ഉണ്ടായത്. അപ്പോൾ ഇവരാകെപ്പാടെ പേടിച്ചു. അവർ 2 പേര്, ബാക്കിയുള്ള 2 ബ്രദേഴ്സ് കൂടെ ആ ഒരു ഡ്രമ്മ് തട്ടി ഉരുട്ടി മാറ്റുകയാണ്. ആ ഒരു ഡ്രമ്മിന് ഏകദേശം ഒരു 10-250 കിലോളം തൂക്കം വരും കേട്ടോ. ആ ഒരു ഡ്രം അവർ ഉരുട്ടി മാറ്റി. അതിനുശേഷം ബ്രദറിനെയും കൊണ്ട് ഇങ്ങേറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോവുകയാണ് ഉണ്ടായത്. പിന്നെ സ്റ്റെപ്പ് കയറണം, ഫെൻസ് ചാടണം, വീട്ടിലോട്ട് എത്തണം, കുറച്ച് പണിയുണ്ട്. അപ്പോൾ എന്തായാലും ഈ സ്ക്രാപ്പ് മെറ്റൽ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ അവർ അവിടെ കിട്ടിയിരുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാരി പോക്കറ്റിലും കയ്യിലൊക്കെ പിടിച്ചു. ഇവാന് കിട്ടിയത് വാരി ആളുടെ പോക്കറ്റിലിട്ടു. അതിനുശേഷം ഈ 2 ബ്രദേഴ്സും പിടിച്ചിട്ടായിരുന്നു ആ ഒരു ചതഞ്ഞ കാലം വെച്ച് ഇവാൻ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തോട്ട് എത്തുന്നതും അതിനുശേഷം പതിയെ ആ ഒരു ഫെൻസിൻ്റെ അടുത്തോട്ട് പോകുന്നതും പിന്നെ ആ ഒരു ഫെൻസിൻ്റെ അവിടെ നിന്ന് അത് ചാടി കടന്ന് നേരെ വീട്ടിലോട്ട് എത്തുന്നതും.
വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേനും ഇവാൻ ആകെപ്പാടെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നുണ്ടെങ്കിലും ഇന്നൊന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ നമുക്ക് പോയി നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ ഇവാൻ എത്തുകയാണ്. അതായത് എന്തായാലും കാല് ജസ്റ്റ് ചതഞ്ഞിട്ടല്ലേ ഉള്ളൂ, നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴത്തേനും ഓക്കെ ആവും എന്നുള്ളൊരു മൈൻഡിൽ ആള് കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസമായി കാലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇവാൻ എഴുന്നേറ്റത്. എന്നാൽ ഇവാൻ്റെ കാലിൻ്റെ വേദനയും ആ ഒരു ചതവിനും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് മാറും എന്നുള്ളൊരു മൈൻഡിൽ ആളിരുന്നു. അങ്ങനെ 1-2 ദിവസം റെസ്റ്റ് ചെയ്തു. എന്നാൽ ഈ ഒരു വേദന കൂടുകയല്ലാതെ കുറഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഒരു വാസ്തവം. അങ്ങനെ 4ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ ഇവാന് ഇത് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറത്തായി. അതായത് വേദന കൊണ്ട് ആൾക്ക് നിൽക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയപ്പോഴാണ് ഇയാളെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയപ്പോൾ ഡോക്ടേഴ്സ് ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന്. അപ്പോൾ തങ്ങൾ ഇതേപോലെ തന്നെ കാടിൻ്റെ നടുക്കുള്ളൊരു ബിൽഡിങ്ങിൽ കയറിയിട്ട് കക്കാൻ പോയതാണ് എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ പറഞ്ഞത് ഒരു മരക്കഷ്ണം വീണാണ്, അങ്ങനെ അത് ചതഞ്ഞപ്പോൾ ഇങ്ങനെ ചതവ് പറ്റിയതാണ്, അതിനുശേഷം എന്താ സംഭവം എന്നറിയില്ല, ഇങ്ങനെ വേദന കൂടല്ലാതെ കുറയുന്നില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഡോക്ടേഴ്സ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവാൻ്റെ കാല് സ്വെല്ല് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ വല്ലാത്തൊരു കണ്ടീഷനിലോട്ട് പോവാണ്. ഓരോ ദിവസം കഴിയുന്തോറും എങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ആളുടെ കണ്ടീഷനിൽ യാതൊരു പുരോഗതി ഉണ്ടാകുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു 10 ദിവസത്തോളം ആൾ ആ ഒരു ഹോസ്പിറ്റലിൽ കിടന്നു. അതിനുശേഷം ആൾ മരണപ്പെടുകയായിരുന്നു. കാലിലൊരു ഡ്രം വീണിട്ട് ആൾ മരിക്കുന്നൊരു സിറ്റുവേഷനിലോട്ട് എത്തി. മരണകാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ഒരു കാലുമ്മ ജസ്റ്റ് ഒരു മരക്കഷ്ണം വീണ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ കിഡ്നി ഫെയിലിയർ ആകുന്നുള്ളതിനെ കുറിച്ചായി ഡോക്ടർമാരുടെ ചിന്ത. അവർ എങ്ങനെയൊക്കെ എത്രയൊക്കെ ആലോചിച്ചിട്ടും ഇയാൾക്ക് എങ്ങനെ കിഡ്നി ഫെയിലിയർ വന്നു എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ആ സമയത്ത് അവരെ കൊണ്ട് സാധിച്ചില്ല. ഡോക്ടേഴ്സ് അങ്ങനെ ഇവാൻ്റെ ഫാമിലിയെ ആ ഒരു വിവരം അറിയിക്കുകയാണ്. ഇവാൻ്റെ ഫാമിലി മെമ്പേഴ്സും ആകെപ്പാടെ ഷോക്കായി പോയി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരുന്നു ആ ഒരു കാലുമ്മൽ ഡ്രം വീഴുന്നത് വരെ. അതിനുശേഷം പെട്ടെന്ന് തന്നെ എന്താ പറയുക, ആകെ കാല് വയ്യാതെയായി, പിന്നെ ആൾ ഫുള്ള് വയ്യാതെയായി, പെട്ടെന്ന് തന്നെ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഫ്യൂണറലിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടർന്നു. അതിനുശേഷം ഫ്യൂണറലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടു. എന്നാൽ അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ അവരുടെ വീട്ടിൽ നടക്കുകയാണ്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ പട്ടി പെട്ടെന്ന് തന്നെ വീണ് മരിക്കുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. ആ ഒരു പട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഓടി നടക്കുന്ന ഒരു പട്ടിയായിരുന്നു. വലിയ പ്രായമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. മരിക്കാനായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും അത് മുൻപ് കാണിച്ചിട്ടുമില്ല, യാതൊരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല. ഏകദേശം സെയിം ടൈമിൽ തന്നെ ആ ഒരു പട്ടിയും മരണപ്പെടുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ആദ്യം ഇവാൻ മരിച്ചു, പിന്നെ പട്ടി മരിച്ചു. എന്താണ് ഏതാണെന്നൊന്നും ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാം തുടങ്ങിയത് ആ ഒരു ഉപേക്ഷിക്കപ്പെട്ട ബിൽഡിങ്ങിൽ പോയതിന് ശേഷമാണെന്നുള്ളത് മാത്രമായിരുന്നു ഇവർക്ക് അറിയാവുന്നത്. അങ്ങനെ ഇവാൻ മരിച്ച് 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടെ നടക്കുകയാണ്. ഇവാൻ്റെ സ്റ്റെപ്പ് സൺ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ആ പയ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആകെ വയ്യ. എന്നിട്ട് നേരെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് വന്നിട്ട്, വീട്ടിലെ മുതിർന്നവരുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എനിക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം, തീരെ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കിയപ്പോൾ ആ പയ്യൻ്റെ കൈ രണ്ടും ആകെപ്പാടെ പൊള്ളിരിക്കുന്നത് പോലെയാണ്. അതായത് ജസ്റ്റ് ഒന്ന് തീയിൽ വെച്ചിട്ട് എടുത്ത പോലെ ഉണ്ട്. ആകെ എന്താ പറയുക, പോളം വന്നിട്ടുണ്ട്. അങ്ങനെ ആകെ പൊള്ളി വല്ലാത്തൊരു സിറ്റുവേഷനിലിരിക്കുകയാണ്. എന്താണ് നീ ചെയ്തതെന്നായി അവരുടെ ചോദ്യം. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല, രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ വലിയ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നില്ല, വേറെ സീനൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം എനിക്ക് എന്താണ് പറ്റിയതെന്ന് അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയായിരുന്നു ആ ഒരു പയ്യൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ആ പയ്യനെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ആ ഒരു പയ്യനും പറഞ്ഞത് സെയിം കാര്യം തന്നെയായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, സീനൊന്നുമില്ല, എന്താണ് സംഭവിച്ചതെന്നുള്ളത് പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവാൻ പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ കൈ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വീർത്ത് വന്നതാണ്, ഇങ്ങനെ പൊള്ളിയതുപോലെ ആയതാണ്, എനിക്ക് എന്താണെന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടേഴ്സ് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് അതിനോടൊപ്പം തന്നെ ഇവാൻ്റെ ഫാമിലി എന്നുള്ളതാണ് ഈ ഒരു കുട്ടി, അതേപോലെ അവരുടെ ഡോഗ് മരിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി. അതേപോലെ തന്നെ ഈ പയ്യൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ആ ഒരു ഡോക്ടേഴ്സ് കേട്ടപ്പോൾ അവർക്ക് കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ ഏകദേശം മനസ്സിലാവുകയാണ്. ഈ പയ്യൻ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇവാൻ്റെ ടൂൾ ബോക്സ് എടുത്ത് തുറന്ന്, എന്നിട്ട് ആ ഒരു ടൂൾ ബോക്സിൽ നിന്നുള്ള കുറച്ച് സംഭവങ്ങൾ പയ്യനെ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തു. കുറച്ച് സാധനങ്ങൾ ആ ഒരു ടൂൾ ബോക്സിൽ നിന്ന് എടുത്ത് അകത്തോട്ട് വെച്ചു, കുറച്ചെടുത്ത് പുറത്തോട്ട് വെച്ചു. അതാൾ കൈകാര്യം ചെയ്തു. അത് മാത്രമേ ആ ഒരു പയ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ ഇവാൻ്റെ ടൂൾ ബോക്സ്, ഇവാൻ്റെ മരണം, അതേപോലെ തന്നെ അവരുടെ പട്ടിയുടെ മരണം, ഇതൊക്കെ കൂടെ ആയപ്പോൾ ഡോക്ടേഴ്സിന് ഡോട്ടുകൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റി. ഉടനെ തന്നെ ചില അതോറിറ്റീസിനെ ഡോക്ടേഴ്സ് വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ അന്നേ ദിവസം തന്നെ ഇവാൻ്റെ വീട്ടിലോട്ട് ഉദ്യോഗസ്ഥരെത്തുകയാണ്. അവരെത്തി ആ ഒരു കാറിൻ്റെ ഡോറ് തുറന്ന് അവർ പുറത്തിറങ്ങിയപ്പോൾ വീട്ടുകാരെല്ലാവരും തന്നെ ഞെട്ടിധരിച്ചു പോവുമായിരുന്നു. ഫുൾ ഹസാർഡ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുൾ എക്യുപ്ഡ് ആയിട്ടായിരുന്നു അവർ വന്നത്. അവരുടെ കയ്യിൽ ഒരുപാടധികം ടൂൾസും എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്നെത്തിയ ഉടനെ തന്നെ ആ ഒരു വീട്ടിലുള്ള ആളുകളോട് പറഞ്ഞത് വീട്ടിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനായിരുന്നു. വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങി രക്ഷപ്പെടാനായിട്ട് പറയുകയായിരുന്നു. അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും മനസ്സിലായില്ല. അവരെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയായിരുന്നു. നേരെ ഈ ഒരു ടീം അകത്തോട്ട് കയറി അവരുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ സിഗ്നൽ വരുന്നത് അവർ കാണുകയാണ്. നേരെ അവർ ആ ഒരു കിച്ചണിലോട്ട് പോവാണ്. കിച്ചണിലെത്തി നോക്കിയപ്പോൾ അവിടെ എന്താ പറയുക, അവിടെ ഒരു ചെറിയൊരു ഡ്രോയറിൽ ഒരു സ്യൂട്ട് കേസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് നോക്കിയപ്പോൾ അത് ഇവാൻ്റെ ടൂൾ ബോക്സ് ആയിരുന്നു. ഈ സെയിം ടൂൾ ബോക്സ് ആയിരുന്നു ഇവാൻ്റെ സ്റ്റെപ്പ് സണ്ണും കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മെറ്റൽ കിട്ടുകയും ചെയ്തു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് അവർ ആ ഒരു ബിൽഡിങ്ങിൽ പോയ സമയത്ത് ആ ഡ്രം കാലിൽ വീണിട്ട് ഇവാൻ നിലത്ത് വീണില്ലേ, അപ്പോൾ അവിടെ സൈഡിൽ കിടന്നിരുന്നതും കിട്ടിയിരുന്നതും ഒക്കെ എടുത്തെങ്കിൽ ഇവർ പോക്കറ്റിലിട്ടുണ്ടായിരുന്നല്ലോ. ഇവാൻ ആകപ്പാടെ ഒരൊറ്റ മെറ്റലിൻ്റെ ഒരു സിലിണ്ടർ മാത്രമേ എടുത്തെങ്കിൽ പോക്കറ്റിലിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ഒരു സമയത്ത് അതെന്താണെന്നുള്ളത് ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആളുടെ തൊട്ടടുത്ത് വന്ന് കിടന്നിരുന്ന ഒരു സാധനം ആളെടുത്ത് ജാക്കറ്റിൻ്റെ പോക്കറ്റിലിട്ടു. അതിനുശേഷം ആൾക്ക് നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആളെയും കൊണ്ട് ആളുടെ ബ്രദേഴ്സ് നേരെ വീട്ടിലോട്ട് എത്തുകയാണ്. അങ്ങനെ ആ ജാക്കറ്റ് ആൾ ഉരുങ്ങിയിട്ട് അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതും ആൾ മരണപ്പെടുന്നതും. അതിനുശേഷമാണ് ആ ഒരു ജാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു മെറ്റൽ പീസ് ആ പയ്യൻ ബെയർ ഹാൻഡ് കൊണ്ട് എടുത്തിങ്ങായിട്ട് ആ ഒരു ടൂൾ ബോക്സിൽ കൊണ്ടുവെക്കുന്നത്. എന്നാൽ ആ ഒരു ചെറിയ മെറ്റൽ പീസ് അത്രത്തോളം അപകടം പിടിച്ച ഒരു സാധനമാണെന്നുള്ളത് ആ സമയത്ത് ആ വീട്ടിലുള്ള ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവർ ആ ഒരു കാടിൻ്റെ ഉള്ളിൽ പോയ ആ ഒരു ബിൽഡിങ്ങില്ലേ, ആ ബിൽഡിങ് സാധാരണ ഒരു ബിൽഡിംഗ് ആയിരുന്നില്ല. അത് വേറെ തന്നെ ഒരു ബിൽഡിംഗ് ആയിരുന്നു. യെസ്, അതൊരു ന്യൂക്ലിയർ വേസ്റ്റ് സ്റ്റോറേജ് ഫെസിലിറ്റി ആയിരുന്നു. CCM 137 എന്ന് പറയുന്ന ആ ഒരു മെറ്റലായിരുന്നു ആൾ എടുത്തിങ്ങേരി പോക്കറ്റിലിട്ടിട്ടുണ്ടായിരുന്നത്. ഹൈലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആൾ പോക്കറ്റിലിട്ടിങ്ങേരി കൊണ്ടുവന്നത്. പിന്നെ ഇവാനും ബ്രദേഴ്സും സൈഡിലത്തെ ഫെൻസിങ് കാര്യങ്ങളൊക്കെ പൊളിച്ചിട്ടും ചാടിയിട്ടൊക്കെയാണ് അകത്തോട്ട് കയറിയത്. എന്നാൽ അവർ ഫ്രണ്ടിലൂടെ പോയി നോക്കായിരുന്നുണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് കയറാൻ പോലും പോയിട്ട് ആ ഏരിയക്ക് പോലും വരാൻ പാടില്ല എന്നുള്ള ഹസാർഡിൻ്റെ ബോർഡുകളും കാര്യങ്ങളും അതെന്താണ് സംഭവം എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ നൈസായിട്ട് മോഷ്ടിക്കാനായിട്ട് വന്നപ്പോൾ എന്താ പറയുക, ആൾക്കാരൊന്നും വരാത്ത, അല്ലാന്നുണ്ടെങ്കിൽ ആരും പിടിക്കപ്പെടാത്തൊരു ഏരിയയിലൂടെ ആയിരുന്നു അവർ ആ ഒരു ഫെസിലിറ്റിയുടെ അകത്തോട്ട് കയറിയത്. അതേപോലെ തന്നെ അവർ നോക്കിയപ്പോൾ ആ ഒരു ബിൽഡിംഗ് ഫുള്ള് സീൽഡ് ആയിരുന്നല്ലോ. അപ്പോഴാണല്ലോ അവർ ചെറിയ ഒരു സെറ്റപ്പ് കാണുന്നതും അതേപോലെ തന്നെ അതിൻ്റെ അകത്തോട്ട് കയറുന്നതും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ. അപ്പോൾ അവരകത്തോട്ട് കയറിയപ്പോൾ അവർ എന്താ പറയുക, കുറേ മെറ്റലിൻ്റെ ഒരു ബോക്സുകൾ അടക്കിടക്കി സൂട്ട് കേസ് പോലത്തെ ബോക്സുകൾ അടക്കിടക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ ഷീൽഡ് ബോക്സസ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിലായിരുന്നു ഈ ഒരു CC എന്ന് പറയുന്ന മെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു അലുമിനിയത്തിൻ്റെ ഡ്രം അവർ നിലത്ത് തള്ളിയിട്ട സമയത്തൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തതും തള്ളിയിട്ടപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തതിൽ ലോഡ് ഉണ്ടായിരുന്നല്ലോ. ഇത് നേരെ വീണത് ഡയറക്റ്റായിട്ട് തറയിലോട്ടല്ല, അതാദ്യം തന്നെ വീണത് ആ ഒരു ബോക്സിലോട്ടാണ്. ആ ബോക്സിലോട്ട് വീണിട്ട് ഷീൽഡ് പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു സിലിണ്ടർ തെറിച്ച് വന്നിങ്ങേറ്റ് ഇയാളുടെ അടുത്ത് കടന്നു. ആ ഒരു ഡ്രം വന്ന് ഇയാളുടെ കാലുമ്പിൽ വരുന്നു. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ, ഇവിടം വരെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നാലേ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ആള് ആ ഒരു CCM മെറ്റലെടുത്ത് നേരം എൻ്റെ ജാക്കറ്റിൻ്റെ അകത്തോട്ടിട്ടത്. അപ്പം തന്നെ ആളുടെ മരണമണി മുഴങ്ങിയിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് വയറിൻ്റെ വളരെ അടുത്തുമായിട്ട് കോണ്ടാക്ട് വരുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. എന്താ പറയുക, ആ ഒരു ജാക്കറ്റ് കൂട്ടിങ്ങായിട്ട് ആൾ അത്രയും ദൂരം നടന്നു. അതിനുശേഷം അവിടെ വെച്ചിട്ടാണ് ആ ഒരു ജാക്കറ്റ് ആൾ അഴിച്ച്, കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു ആ ഒരു ജാക്കറ്റ് ആൾ അഴിച്ചിങ്ങായിട്ട് ഇതേപോലെ തന്നെ കിടക്കുന്ന സമയത്ത് അവിടെ മാറ്റിയിടുന്നതും അതിനുശേഷം ആൾ കിടക്കുന്നതും. ആ ഒരു ടൈമിനുള്ളിൽ തന്നെ അത്രത്തോളം റേഡിയേഷന് ആൾ എക്സ്പോസ് ആയിട്ടുണ്ടാവും. പിന്നെ ആ ഒരു പട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ പട്ടി ആ ഒരു ജാക്കറ്റിൻ്റെ അടുത്ത് പോയി കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ജാക്കറ്റിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു ശീലമുള്ള പട്ടിയായിരുന്നു. അങ്ങനെ ആ ഒരു പട്ടി അതിൻ്റെ ഉള്ളിൽ അന്നത്തെ ദിവസം പോയി കിടന്നത് കൊണ്ടായിരിക്കാം ആ പട്ടിയും ഇതേപോലെ തന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ മരിച്ചത്. പിന്നെ ഇവാൻ്റെ സ്റ്റെപ്പ് സണ്ടെ കൈ പൊള്ളിയ ഒരു കാര്യം, അപ്പോൾ ഞാൻ കുറച്ച് നേരം ആ ഒരു സാധനം കൈകാര്യം ചെയ്തുള്ളൂ എന്നുണ്ടെങ്കിലും ആ ജാക്കറ്റിൽ നിന്ന് അതെടുത്ത് നേരെ കൊണ്ടുപോയിട്ട് ആ ഒരു ടൂൾ ബോക്സിൽ വെച്ച് അത്രയും സമയം ബെയർ ഹാൻഡഡ് ആയിട്ട് ആ ഒരു പയ്യൻ ആ സാധനം കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ടായിരുന്നു ആ പയ്യൻ്റെ കൈയും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടായത്. ഈ പൊള്ളിയ കൈയും വെച്ച് ഹോസ്പിറ്റലിലോട്ട് ഇവാൻ്റെ സ്റ്റെപ്പ് സണ്ണെ കൊണ്ടുപോയല്ലോ. ആ സമയത്ത് ഡോക്ടേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ
ഈ പറഞ്ഞ പോലെ തന്നെ ടൂൾ ബോക്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്തിരുന്നു, അതേപോലെ ഒരു സാധനം എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിരുന്നു എന്നുള്ളതൊക്കെ ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ വാൻ്റെ ഡെത്തിനെ കുറിച്ചും ഡോഗിൻ്റെ ഡെത്തിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും ഈ പയ്യൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ഇത് റേഡിയേഷൻ കാരണമായിട്ടുണ്ടായിട്ടുള്ള പോയിസണിങ് ആണോ എന്നുള്ളൊരു സംശയം ഡോക്ടേഴ്സിന് ഉണ്ടാവുകയാണ്. ആ ഒരു സംശയം യാഥാർത്ഥ്യമാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഡോക്ടേഴ്സ് നേരെ അതോറിറ്റീസിനെ വിവരം അറിയിച്ചതും അതിൻ്റെ ഫലമായിട്ട് അതോറിറ്റീസ് അവിടെ വരുന്നതും അതേപോലെ തന്നെ ചെക്ക് ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള ഒരു CCM അവിടെ നിന്ന് കിട്ടുന്നതും. ഈ റേഡിയേഷൻ അടിച്ചതുകൊണ്ട് ഇവാൻ്റെ ഫാമിലി മെമ്പേഴ്സിനും കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത്ര ഫാറ്റൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരൊന്നും മരണപ്പെടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ എത്തിയില്ല. ആകെ അത് ഡയറക്റ്റായിട്ട് അതിനോട് അടുത്തത്രത്തോളം ഇടപഴകിയ ആ ഒരു ഡോഗും അതേപോലെ തന്നെ ഇവാനും ആണ് ഈ ഒരു കേസിൽ മരിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതായിരുന്നു ഇവാൻ്റെയും ആ ഒരു ഡോഗിൻ്റെയും മരണകാരണം. ഈ ഒരു സ്റ്റോറി കേട്ട് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സൊക്കെ എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.